ഹായ് ഹലോ. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മുടെ ക്ലബ്ബിലെ എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ അത്. രാവിലെ തന്നെ ക്ലബ്ബ് ഒന്ന് മോടി പിടിപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ എല്ലാവരും കൂടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, എന്താ ക്ലബ്ബിൽ 3-4 പേര് അംഗങ്ങളുള്ളൂ എന്നുള്ളതൊക്കെ. പക്ഷേ അങ്ങനെയല്ല ഗെയ്സ്, രാവിലെ തന്നെ മഴ പെയ്യുന്നതുകൊണ്ടേ ഓരോന്നും കിടക്കപ്പായെന്ന് എണീറ്റ് വരാൻ സമയമെടുത്തിരിക്കുന്നു. ഓരോരുത്തരായിട്ട് ഇങ്ങനെ പടിയും കയറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലബ്ബ് സെക്രട്ടറി വന്നു. സെക്രട്ടറിയുടെ പുന്നാരം മരുമഹം വന്നു. അങ്ങനെ നേരം വെളുക്കാൻ നേരത്താണ് എന്നെ വിളിച്ചിട്ട് നേരത്തെ കാലത്ത് ക്ലബിലേക്ക് വരണേ, പണിയുണ്ട് എന്നൊക്കെ വായ്ത്താളം അടിച്ച നമ്മുടെ ക്ലബ്ബ് ട്രഷറർ ഉണ്ടല്ലോ, മൂപ്പരിതാ വെള്ളാട്ടർ ബ്രോക്കർ കണക്കെ വൈകി എത്തിയിരിക്കുകയാണ് കേട്ടോ. പക്ഷെ എന്നെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. സ്വന്തമായിട്ടൊരു കോഴി ഫാമൊക്കെ ഉള്ളതുകൊണ്ടേ ഐറ്റങ്ങളെ തീറ്റിപ്പോറ്റാതെ അവന് വരാൻ പറ്റില്ലല്ലോ. എന്തായി കാണിക്കണേ? അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഈ പളവള ഡ്രസ് ഇട്ട് ആറ്റിറ്റ്യൂഡിൽ നിൽക്കണ മുതലാണ് പണ്ട് മാഹിയെ കിടുകിടാ വർദ്ധിച്ച അൽ രാജു, മാഹിർ രാജു. എല്ലാവരും എത്തിയതിന് ശേഷം പതാക ഉയർത്തുന്ന ചടങ്ങിലേക്ക് കടന്നു. എല്ലാവരുടെയും നിർബന്ധപ്രകാരം നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി 2 വാക്ക് സംസാരിക്കുകയും ചെയ്തു. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പ്രസംഗിച്ച് മൂപ്പര് നിർത്തുന്നില്ല, എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് നിർത്താൻ നിർബന്ധിക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ക്ലബിൻ്റെ വക സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചിട്ട് പായസമോ ലഡുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിതരണം ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ലഡു ആണ് നമ്മുടെ താരം. സാധാരണഗതിയിൽ അംഗനവാടിയിൽ നിന്നും നമ്മളെ ക്ലബിലേക്ക് ചെറിയ കുട്ടികളും അമ്മമാരും അവരുടെ ടീച്ചേഴ്സും ഒക്കെ കാൽനട ജാതിയായിട്ട് വരാറാണ് സാധാരണ പതിവ്. പക്ഷേ നല്ല മഴ ആയതുകൊണ്ട് ആ ചടങ്ങ് ക്യാൻസലാക്കിയിട്ടുണ്ട്. എന്തായാലും മഴ ചതിച്ചല്ലേ, അപ്പോൾ മക്കളെന്തായാലും ഇങ്ങോട്ട് വരുന്നില്ല, അപ്പോൾ എന്നാൽ മക്കളെ അങ്ങോട്ട് പോയി കാണാമെന്നുള്ളൊരു രീതിക്ക് നമ്മളെല്ലാവരും കൂടി വണ്ടിയെടുത്ത് അംഗനവാടിയിലേക്ക് പോയി. കുട്ടികൾ കൊടുക്കാനുള്ള കുറച്ച് ലഡു ആയിട്ടാണ് നമ്മൾ പോണത്. എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല, എന്നാലും കുറച്ച് ലഡു നമ്മൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും അംഗനവാടിയിലെത്തിയപ്പോൾ അവിടെ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഈ വില്ലൻ്റെ പേരാണ് എറിക്. നമ്മളെ ക്യാമറ കണ്ടപ്പോൾ തന്നെ ഒരു ഹൈ ഒക്കെ തന്ന് ഫുൾ ചിൽ വൈബിലാണ് കേട്ടോ. അംഗനവാടി ആയിക്കോട്ടെ, കല്യാണപ്പേര ആയിക്കോട്ടെ, കുടിയിരിക്കലായിക്കോട്ടെ, എവിടെയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് കയറുക അടുക്കളയിലാട്ടോ. അപ്പോൾ ഞങ്ങൾ അംഗനവാടിക്ക് വന്നിട്ട് ഞങ്ങൾ ആദ്യം തന്നെ കയറിയത് അടുക്കളയിലാണ്. എന്താണ് എന്നുള്ളത് സ്പെഷ്യലായിട്ടുള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കുമ്പോൾ അമ്മമാരെല്ലാവരും രാവിലെ തന്നെ വന്നിട്ട് പായസമൊക്കെ ഉണ്ടാക്കുന്ന പ്രവൃത്തിയിലായിരുന്നു. അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അവർ അത് സെർവ് ചെയ്യാനുള്ള പരിപാടിയിലാണ് എല്ലാവരും. കുട്ടികൾക്കുള്ള ലഡുവിൻ്റെ വിതരണം ഉദ്ഘാടനം ചെയ്തത് ക്ലബിൻ്റെ സെക്രട്ടറിയായ ശ്രീമാൻ സായി പ്രസാദ് ആണ് കേട്ടോ. 9-ാം വാർഡിലെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു മുഖമായിരിക്കും ഇത്. നമ്മുടെ എല്ലാവരുടെയും പത്മാവതി ടീച്ചർ, നമ്മളൊക്കെ ചെറിയ കുട്ടിയായ കാലത്ത് അംഗനവാടിയെ പഠിച്ച കാലത്ത് മുതലുള്ള ടീച്ചറായിരുന്നു. ഇപ്പോൾ പുതിയതായി അഡ്മിഷൻ എടുത്തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം വാർഡ് മെമ്പറായ സഖാവ് പ്രഭേഷേട്ടൻ്റെ പ്രിയ പത്നി സുഗന്ധി ടീച്ചർ. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ പോയത്, കാരണം ക്ലബിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കുട്ടികളുടെ അടുത്ത് പോയത്. അപ്പോഴത്തേക്കും കുട്ടികളുടെ പരിപാടിയൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാണ്, എന്നാലും അതല്ലല്ലോ എവിടെയോ ചെക്കണ്ട പരി. നമ്മളങ്ങനെ പായസം കുടിച്ച് കുറച്ച് നേരം കുട്ടികളോടൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ മുട്ടി തിരിച്ച് നിന്ന് ഞങ്ങളെല്ലാവരോടും സലാം പറഞ്ഞു പോയി. അപ്പത്തോളം ബൈ.